ഹായ് വെൽക്കം ബാക്ക് ടു ഐബല്ല. ഇന്നൊരു DIY ബാഗ് മേക്കിംഗ് ട്യൂട്ടോറിയലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പഴയ പാൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ബാഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് ആദ്യം ആവശ്യമായിട്ടുള്ളത് ഒരു സിസേഴ്സാണ്. പിന്നെ വേണ്ടതൊരു മെഷറിംഗ് ടേപ്പ്. പിന്നെ നമുക്ക് കുറച്ച് പിന്ന് വേണം. ആദ്യം നമ്മുടെ പാൻസ് എടുത്തിട്ട് എത്ര നീളമുള്ള ബാഗാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ നീളം നമ്മൾ മെഷർ ചെയ്തെടുക്കുക. എന്നിട്ട് അത് താഴെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ബാഗാണ് ഉണ്ടാക്കുന്നത്. LKG പഠിക്കുന്ന എൻ്റെ മോന് ടൂർ പോകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബാക്ക് പാക്കാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 14 ഇഞ്ച് നീളം മാർക്ക് ചെയ്തു. വീണ്ടും അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ താഴോട്ടുള്ള ഭാഗം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റണം. ഇതിപ്പോൾ ഞാൻ പാൻസിൻ്റെ ഒരു കാല് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതേ കാല് നമ്മൾ മടക്കി മറ്റേ കാലിനോട് ചേർത്ത് വെച്ചിട്ട് ഇതേ ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞു. ഇനി നമ്മളിതിൻ്റെ മുകളിലുള്ള വീതി എത്രയുണ്ടെന്ന് മെഷർ ചെയ്ത് നോക്കാം. ഒരു 8.5 ഇഞ്ച് വീതിയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 8.5 ഇഞ്ച് നമ്മൾ ഇതിൻ്റെ താഴെ മെഷർ ചെയ്തിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു അളവിൽ മുകളിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരേ അളവിലുള്ള 2 പീസസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെറിയൊരു ബാഗാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണതെന്ന്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള എൻ്റെ ബാഗിൻ്റെ വീതി ഞാനിവിടെ മെഷർ ചെയ്തെടുക്കാൻ പോവാണ്. എനിക്കൊരു 12 ഇഞ്ചസ് വീതിയുള്ള ബാഗാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു 13 ഇഞ്ചസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് വിടാനുള്ള അര ഇഞ്ച് വിട്ടിട്ട് ഞാൻ 13 ഇഞ്ച് എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യാം. ഇനി എക്സ്ട്രാ വരുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ പീസും കട്ട് ചെയ്ത് ഇതേ മെഷർമെൻറ്റിലാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ ഇനി നമ്മൾ മെഷറൊന്നും ചെയ്യേണ്ട. അതിൻ്റെ മേലെ ഈ പീസ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അതേ അളവിൽ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 പീസും ഒരേ അളവിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ 2 പീസിൻ്റെ നല്ല വശം ഒന്നിച്ച് വരുന്ന രീതിയിൽ ചീത്ത വശം പുറത്തേക്കാക്കി വെച്ചിട്ട് ഇതിൻ്റെ 2 സൈഡിലും അതുപോലെ തന്നെ താഴെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. പക്ഷേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഈ പാൻസിൻ്റെ അരയുടെ ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഒന്നിച്ചെടുക്കാൻ പാടില്ല. കാരണം അതിനകത്തൂടെ നമുക്കൊരു ലൂപ്പ് കോർത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി ഉള്ള സ്റ്റിച്ച് നമ്മൾ ചെറിയൊരു സിസേഴ്സോ അല്ലെങ്കിൽ ഒരു ബ്ലേഡോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ഒന്ന് അഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് അഴിക്കണ്ട, കുറച്ച് ഭാഗം മാത്രം അഴിച്ചാൽ മതി. ഞാൻ കാണിക്കാം. ഇതുപോലെ ഇത്രയും ഭാഗം നമ്മൾ അഴിച്ചെടുക്കുക. ഇതേപോലെ തന്നെ എല്ലാ അറ്റവും നമ്മൾ ചെയ്യണം. കണ്ടില്ലേ, ഞാനിപ്പോൾ എല്ലാ 4 സൈഡ്സും ഇതുപോലെ തന്നെ സ്റ്റിച്ച് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അഴിച്ച് വെച്ചിട്ടാണ് നമ്മൾ ടോപ്പ് ഭാഗം ജോയിൻ ചെയ്യാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഇതാദ്യം നമ്മൾ ഈ തുണിയുടെ നല്ല ഭാഗം രണ്ടും ഒന്നിച്ച് വെച്ചു. ചീത്ത ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചു. എന്നിട്ട് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട്
നമ്മൾ എവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ പിൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ മുകളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ അറ്റം പിൻ ചെയ്യാൻ പോവാണ്. ഈ മുകളിലുള്ള ഭാഗം നമ്മൾ സ്റ്റിച്ച് അഴിച്ചല്ലോ, എന്നിട്ട് അഴിച്ചതുപോലെ നമ്മളിത് ഓപ്പൺ ആക്കി പിടിക്കുക. അവിടെ ഓപ്പൺ ആക്കി പിടിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അപ്പോൾ അത് ഓപ്പൺ ആക്കി വെച്ചിട്ട് നമ്മളൊരു പിന്ന് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. ഞാനിപ്പോൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/2 ഇഞ്ച് വീതി വിട്ടിട്ട് ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യാം. ഇപ്പം ഞാൻ പിന്നൊക്കെ അഴിച്ച് അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമ്മൾ അരയുടെ ഭാഗം പഴയതുപോലെ മടക്കി കൊടുക്കുക. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മടക്കി കൊടുക്കുക. മറ്റേ സൈഡിലും അതുപോലെ തന്നെ ചെയ്യാം, കണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ 2 സൈഡും മടക്കി സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് അഴിച്ച ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മളൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ 2 സൈഡും നേരത്തെ അഴിച്ചതൊക്കെ ഞാൻ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡും ക്ലോസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ബാഗിൻ്റെ 2 സൈഡിലും താഴെ നമ്മൾ സ്റ്റിച്ചിട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ താഴത്തെ 2 കോർണറിലും ചെറിയൊരു ട്രയാങ്കുലർ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു പിന്ന് വെച്ച് ഞാൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് സ്റ്റിച്ച് ഇടാൻ പോണേന്ന്. അതുപോലെ തന്നെ മറ്റേ കോർണറിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അവിടെ ഞാനൊരു പിന്ന് വെച്ച് കുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പിൻ ചെയ്ത ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ബാഗ് ഇരിക്കുന്നത്. അതിൻ്റെ 2 സൈഡിലും താഴെ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കോർണറിലും ഞാൻ ട്രയാങ്കുലർ ഷേപ്പിൽ ഒരു സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പുറം മറിച്ചെടുക്കുക. ഇപ്പോൾ ബാഗിൻ്റെ ഓൾമോസ്റ്റ് 50% നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ചെറിയ കുറച്ച് വർക്കും കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ താഴെയൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും കൂടെ ആയിട്ട് 4 പോക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഈ പോക്കറ്റിനകത്ത് അവർക്ക് ജ്യൂസൊക്കെ വെക്കാൻ പറ്റും, ചെറിയ പോക്കറ്റിനകത്ത്. മറ്റേതിൽ അവർക്ക് ഹാൻഡ് കർച്ചീഫ്സോ അല്ലെങ്കിൽ അവരുടെ ക്യാൻഡീസോ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റും. നല്ല 4 പോക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ബെൽറ്റ് വരുന്ന ഭാഗത്ത് ഫ്രണ്ടിൽ ഏറ്റവും മിഡിൽ പോർഷനിൽ നോക്കിയിട്ട് നമ്മൾ ഒരു ഹോളിട്ട് കൊടുക്കുക, ചെറിയൊരു ഹോളിട്ട് കൊടുക്കുക. അതെന്തിനാ വെച്ചാൽ നമ്മൾ അതിനകത്തൂടെയാണ് നമ്മുടെ ലൂപ്പ് കോർത്തെടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച വേറൊരു പീസ് എടുക്കാം. എന്നിട്ട് അതിൽ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ വീതി ഒരു 7 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെറിയ ബാഗ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത്ര ചെറിയ അളവുകൾ എടുക്കുന്നത്. നിങ്ങൾ വലുതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മെഷർമെൻറ്റ് നിങ്ങൾക്ക് കൂട്ടാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം.
ഞാനിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 കോർണറും ഞാൻ ചെറുതായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഞാനിപ്പോൾ എല്ലാ കോർണേഴ്സും ഒരു റൗണ്ട് ഷേപ്പിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ നല്ല ഭാഗം അകത്തേക്കാക്കി വെച്ചിട്ട് ചീത്ത ഭാഗം പുറത്ത് വരുന്ന രീതിയിലാക്കിയിട്ട് ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഒരു കോർണറിൽ കുറച്ച് ഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ ലീവ് ചെയ്യുക. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഈ ഒരു കോർണറിൽ കുറച്ച് ഭാഗം മാത്രമേ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുള്ളൂ. എന്തിനാന്ന് വെച്ചാൽ അതിലൂടെയാണ് നമ്മളിത് പുറം മറിച്ചെടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ നല്ല ഭാഗം നമ്മൾ ഒരു പെൻസിൽ എന്തെങ്കിലും വെച്ചിട്ട് അതിനകത്തൂടെ കുത്തിയിട്ട് പതുക്കെ പുറത്തേക്കാക്കി എടുക്കുക. ഇതാ ഞാനിപ്പോൾ പുറം മറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ചീത്ത ഭാഗം അകത്ത് പോയി, നല്ല ഭാഗമാണ് പുറത്ത് കാണുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരത്തെ സ്റ്റിച്ച് ചെയ്യാതെ ലീവ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടെയും കൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ബാഗ് തോളിടാനുള്ള സ്ട്രിപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പീസസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീതി ഒരു 1.5 ഇഞ്ച് വീതി ഉണ്ട്. ഇനി അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ നല്ല ഭാഗം രണ്ടും ഒന്നിച്ച് വെക്കുക, ചീത്ത ഭാഗം പുറത്ത് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ് രണ്ടും സ്റ്റിച്ച് ചെയ്തിട്ട് പുറം മറിച്ചെടുത്താൽ മതി. അത് സിമ്പിളാണ്, എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മടിക്കരുത്. അപ്പോൾ ഞാൻ കാണിക്കും വേറെ ട്യൂട്ടോറിയൽ. പിന്നെ ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഏകദേശം. ഇതാ ഫ്രണ്ടിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തൊരു പീസ് ഉണ്ടല്ലോ, അത് ഞാനിവിടെ ഇങ്ങനെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്കിൽ. പിന്നെ ബാക്കിൽ 2 തോളിടാൻ വേണ്ടിയിട്ട് 2 സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ ജോലി, വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഈ ബാഗിൻ്റെ മുകളിൽ ഓപ്പണിങ് വരുന്ന ഭാഗത്ത് ഒരു ലൂപ്പിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നേരത്തെ നമ്മൾ ഓൾറെഡി ഒരു ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തൂടെ നമ്മൾ ഒരു ലൂപ്പ് എടുത്ത് അതിൻ്റെ അറ്റത്ത് ഒരു സേഫ്റ്റി പിന്ന് കുത്തി കൊടുത്തിട്ട് ആ ലൂപ്പ് കോർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ പാവാടയ്ക്കും അതുപോലെ ചുരിദാറിൻ്റെ പാൻറ്റിനൊക്കെ കയറ് കോർക്കും പോലെ തന്നെ കോർത്ത് കൊടുക്കുക. നമ്മുടെ ബാഗ് ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ബാഗിൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞു. ഈ റോപ്പിൻ്റെ അറ്റത്ത് നമ്മൾ ഓരോ കെട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ റൈറ്റ് സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് കാണിക്കുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് ഓൾറെഡി ബ്ലാക്ക് കളർ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ബാഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സൈസ് കൂട്ടിയും കുറച്ചും ഒക്കെ ഉണ്ടാക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം. പ്ലീസ് കണ്ടിന്യൂ സപ്പോർട്ടിങ് മീ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മടിക്കരുത്. ഞാൻ തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരും. Okay, thank you so much for watching my video.